മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനം ബൈബിളിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. എന്നാൽ അന്നത്തെ യഹൂദർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നും നമ്മുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഇത് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം. ബൈബിളിന്റെ കാതലായ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. മരണം ഒന്നിന്റെയും അവസാനമല്ല. മരണം വെറും ഒരു കടന്നുപോക്ക് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാത്താൻ എന്നും നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്. ശവപ്പെട്ടി വരെയുള്ളതല്ല നമ്മുടെ ജീവിതം. ശവപ്പെട്ടി ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ മനുഷ്യന്റെ മരണത്തെ എടുത്തു മാറ്റിക്കൊണ്ട് മരണമില്ലാത്ത ജീവിതത്തിന്റെ അവകാശിയാക്കാൻ വേണ്ടിയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, തന്നെ സ്വീകരിച്ചവർക്കും തന്നിൽ വിശ്വസിച്ചവർക്കും അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് ഭാഷ സംസാരിച്ചാലും, മാതാപിതാക്കൾ ആരായിരുന്നാലും, എന്ന് വചനം നിന്റെ അടുക്കിലേക്ക് വരുന്നുവോ, ആ വചനം നീ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, ആ വചനത്തിൽ വിശ്വസിച്ച് വചനത്തിൽ നിലനിൽക്കുമ്പോൾ, നമ്മളെല്ലാം ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരുകയാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്നും മനുഷ്യന് വ്യതിചലിക്കുക എന്നതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കുറെ പേർ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു സബ്ജക്റ്റിനോട് പുച്ഛം തോന്നും. പക്ഷെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു.